അവിടുത്തെ ആചാരപ്രകാരമുള്ള വിവാഹ വസ്ത്രമണിഞ്ഞ് ഇരുവരും വിവാഹത്തിനായി ഒരുങ്ങി. മൂപ്പന്റെ കയ്യിൽ നിന്നും അഗ്നി താലി ഏറ്റുവാങ്ങുമ്പോൾ അഗ്നി അവളെ ഒന്ന് നോക്കി. ഇവിടത്തുകാരുടെ വിശ്വാസപ്രകാരം ഈ താലി അണിയുന്നവൾ അവളുടെ പാതിയുടെ മരണം വരെ അണിയണമെന്നാണ്. ഈ താലി ഒരിക്കലും അഴിച്ചു മാറ്റുകയോ നഷ്ടപ്പെടുകയോ വന്നാൽ അതിലൂടെ വൻ വിപത്തുകൾ നിങ്ങളെ തേടിയെത്തും, പ്രത്യേകിച്ച് ഈ കുട്ടിയെ. മൂപ്പന്റെ വാക്കുകൾ തീച്ചുള പോലെ ഇരുവരുടെയും കാതിൽ തുളച്ചു കയറി. ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിച്ചോളാമെന്നും മരണം കൊണ്ടല്ലാതെ ഞങ്ങളെ വേർപെടുത്താനാവില്ല എന്നും ദൈവത്തിന് മുന്നിൽ സത്യം ചെയ്യണമെന്ന് മൂപ്പൻ ആവശ്യപ്പെട്ടപ്പോൾ ഇരുവർക്കും അതനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗോത്രവർഗക്കാരുടെ സാന്നിധ്യത്തിൽ അവരുടെ ആചാരത്തോടെയും അനുഷ്ഠാനത്തോടെയും അഗ്നിസാക്ഷിയായി അവൻ അവളെ തൻ്റെ പാതിയാക്കി. ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് അവളുടെ സീമന്തരേഖ ചോപ്പിക്കുമ്പോൾ ആ നിമിഷം അവളുടെ മിഴികൾ അറിയാതെ കൂമ്പിയടഞ്ഞു പോയി. ദൈവത്തിന് മുന്നിൽ നിന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണിൽ നനവ് പടർന്നിരുന്നു. വ്യത്യസ്തമായ ചടങ്ങുകളോടെ ഇരുവരുടെയും ബന്ധം ഒന്നുകൂടി കൂട്ടിയുറപ്പിച്ചു. മൂപ്പൻ ഇരുവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നീട് വിവാഹ സദ്യ ആയിരുന്നു. അതും ഇരുവർക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ചടങ്ങുകൾക്കൊക്കെ ശേഷം ഇരുവരും മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. ശ്രീ അവളുടെ കഴുത്തിലെ താലിയിൽ നോക്കിയിരിക്കുകയാണ്. അവളുടെ പ്രവൃത്തികൾ അഗ്നി ഇടങ്കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു. മഞ്ഞ ചരടിയിൽ കോർത്ത താലിക്കിടയിൽ കറുത്ത മുത്തുകൾ വരുന്ന ദക്ഷിണേന്ത്യൻ സ്റ്റൈലിലുള്ള മംഗളസൂത്രമായിരുന്നു അത്. അതെ, ഈ താലി കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് സ്വർണ്ണമായിരിക്കോ അതോ? അതിനിടയിൽ അവളുടെ സംശയം കണ്ടതും അവന് പെരുത്ത് കയറി. പോയി മൂപ്പനോട് ചോദിച്ചിട്ട് വാ. മനുഷ്യനുള്ള സമാധാനം പോയി കിടക്കുമ്പോഴാണ് അവളുടെ ഉണക്ക ചോദ്യം. എൻ്റെ അമ്മയോട് ഞാനിനി എന്തു പറയുമെന്തോ. എന്ത് പറയാൻ? താൻ കെട്ടിയെന്ന് പറയണം. ഓ പിന്നെ, എൻ്റെ അമ്മയ്ക്ക് ഭാവി മരുമകളെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ നേരത്തെ പറയുന്നുണ്ടല്ലോ സങ്കല്പം സങ്കല്പം എന്ന്. കേൾക്കട്ടെ തൻ്റെ സങ്കല്പത്തിലെ കെട്ടിയവളുടെ ക്വാളിറ്റീസ്. നീ എന്തോന്ന് കേൾക്കാൻ? അതിലൊരു ക്വാളിറ്റിയും തനിക്കില്ല, അത്ര അറിഞ്ഞാൽ പോരെ? പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ റെഡി ആയിക്കോ. ഞാൻ മൂപ്പൻ്റെ കയ്യോ കാലോ പിടിച്ച് നമ്മളെ ഇന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് പറയാൻ പോവുകയാണ്. അതും പറഞ്ഞ് അഗ്നി എഴുന്നേറ്റു. അപ്പോൾ ആ ശാന്തി ഇതും അത്? യെസ്, ശാന്തി മുഹൂർത്തം. ഓ എടി മറക്കരുതേ. അങ്ങനെ പറഞ്ഞ് എന്താണെന്ന് തനിക്കറിയാവോ? എന്തുവാ അത്? ഫസ്റ്റ് നൈറ്റ്. അത് കേട്ടതും അവൾ കിളിപ്പോയി നിൽക്കുവാണ്. അങ്ങനെ അഗ്നി മൂപ്പനോട് എന്തൊക്കെയോ പറഞ്ഞ് അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള അനുമതി വാങ്ങി. എല്ലാവരും അവരെ സന്തോഷത്തോടെ യാത്ര അയച്ചു. അവർക്ക് ആ മലയോരത്ത് നിന്നും പുറത്ത് കടക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കാൻ കൂടെ രണ്ടുപേരെയും അയച്ചു. അങ്ങനെ ഏറെ നേരത്തെ കാൽനട യാത്രയ്ക്കൊടുവിൽ അവർ ഒരു വണ്ടി കാണുന്നു. അത് കയറി അവരെ അവിടെ വിടുകയാണ്. വണ്ടി ഹൈവേയിലെത്തിയതും ഒരു ടാക്സി പിടിച്ചു. ഇരുവരും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ക്ഷീണം കാരണം യാത്രയിലുടനീളം അവൾ ഉറക്കത്തിലായിരുന്നു. ശ്രീ എഴുന്നേൽക്ക്. അഗ്നി വിളിക്കുന്നത് കേട്ടിട്ടാണ് അവൾ കണ്ണു തുറന്ന് നോക്കുന്നത്. എവിടെയായത്? ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. പിന്നാലെ അവളും. ടാക്സിക്ക് ക്യാഷും കൊടുത്ത് അവൻ മുന്നിൽ കാണുന്ന ഇരുനില വീടിൻ്റെ കോളിംഗ് ബെൽ അമർത്തി. മധ്യവയസ്കരായ ഒരു സ്ത്രീയും പുരുഷനും ഡോർ തുറന്ന് പുറത്തിറങ്ങി. ആരിത്? അഗ്നിയോ? ഇന്ന് രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് എന്തേ വൈകിയേ? അല്ല, ആരാ പെൺകുട്ടി? അതും പറഞ്ഞ് അവർ സ്ത്രീയെ നോക്കി. അതിൻ്റെ ഭാര്യ ആൻറ്റി. അത് കേട്ടതും രണ്ടുപേരും ഞെട്ടി. കൂടെ അകത്തു നിന്ന് വന്ന അഗ്നിയുടെ കൂട്ടുകാരൻ അജിത്തും. അവൻ അഗ്നിയോട് കാര്യം തിരക്കിയപ്പോൾ അവനെല്ലാം നാളെ പറയാം എന്ന് പറഞ്ഞ് മുകളിലത്തെ നിലയിലെ കീ വാങ്ങി പുറത്തെ സ്റ്റെയറിലൂടെ കയറി ഡോർ തുറന്ന് അകത്തെത്തി. ഹായ് ആൻറ്റി, ഹായ് അങ്കിൾ, ഹായ് ബ്രോ, വിശദമായി നാളെ പരിചയപ്പെടാം. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അഗ്നിക്ക് പിന്നാലെ അവളും ചെന്നു. അഗ്നി അവൻ്റെ മുറിയിലേക്ക് ചെന്നതും അഗ്നിയുടെ പിന്നാലെ അവളും ചെന്നു. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പുറത്ത് വേറെ മുറിയുണ്ടല്ലോ, അതെടുത്തോളൂ. അഗ്നി ഡോർ അടക്കാൻ ഒരുങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനൊന്നും പറ്റില്ല. ഒന്നുമില്ലേലും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ മനുഷ്യ? ഭാര്യ ഇത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഒന്ന് പോയി തരും ഇവിടുന്ന്. നിങ്ങൾ എന്തിനാ മനുഷ്യ എന്നെ കാണുമ്പോൾ കുരിശ് കണ്ട പിശാചിനെ പോലെ പേടിക്കുന്നത്? പേടിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയില്ലേ. ഇനിയിപ്പോൾ ലൈഫ് ലോങ് തന്നെ സഹിക്കുന്നത് ഓർക്കാൻ പോലും വയ്യ. എനിക്ക് ചിലവിന് തരുന്നത് ഓർത്ത് വിഷമിക്കുമെന്ന് വേണ്ട. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ ബാങ്ക് ബാലൻസ് ഉള്ളതാ. തന്നെ പോറ്റാനുള്ള സാലറിയൊക്കെ എനിക്ക് കിട്ടും. പക്ഷെ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്ക് കുറേ ലക്ഷ്യങ്ങളുള്ളതാ. അതിനിടയിൽ താനൊരു ബാധ്യത തന്നെയാണ്. ഓ അങ്ങനെ? അപ്പോൾ ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചു മാറ്റി എടുത്തോളൂ. നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുത്തെ സ്ഥലം വിട്ടോളാം. അതും പറഞ്ഞ് അവൾ അവൻ്റെ അരികിൽ പോയി നിന്നതും അവൻ ആ താലിയിലേക്ക് നോക്കി. അവൻ്റെ കൈ അത് അഴിക്കാനായി നീണ്ടതും അവനത് പറ്റിയില്ല. അവൻ കൈ പിൻവലിച്ചു. എന്നാൽ ഞാൻ തന്നെ അഴിച്ചേക്കാമെന്നും പറഞ്ഞവൾ അഴിക്കാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ അഗ്നിയുടെ പിടി വീണു. വേണ്ട, അവർ പറഞ്ഞത് നമ്മളങ്ങനെ തള്ളിക്കളയണ്ട. ഇതിപ്പോൾ കഴുത്തിൽ കിടന്നോട്ടെ. എങ്കിൽ കിടന്നോട്ടെ അല്ലേ?
പ്ലീസ് ശ്രീ, എനിക്ക് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം. ഈ താലി കെട്ടിയെന്ന് കരുതി എനിക്ക് തൻ്റെ കൂടെ ഒരു ജീവിതം ഇപ്പോൾ പറ്റില്ല എന്ന് കരുതി ഞാനതിന് വില കൽപ്പിക്കുന്നില്ല എന്നല്ല. നമുക്ക് രണ്ടു പേർക്ക് മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിനിടയിൽ ഒരുമിച്ചൊരു മുറി. നമുക്ക് ലൈഫ് സെറ്റിൽഡ് ആയ ശേഷം ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. ശ്രീ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ശരി, ഇയാളുടെ സമാധാനം ഞാനായിട്ട് കളയുന്നില്ല. എനിക്കും ഇയാളുടെ ഭാര്യയായി ഈ മുറിയിൽ കഴിയാനും താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് കിടക്കാനേ ഒരു പേടി. വീട്ടിൽ ഞാനും അനിയത്തിയും ഒരുമിച്ച് കിടക്കും. പിന്നെ എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നല്ല കേട്ടോ. അതുകൊണ്ട് ഈ ശ്രീവിളി ഇനി വേണ്ട. അപ്പോൾ ആ പേരും കള്ളായിരുന്നോ? അതെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ അന്നേരം തോന്നിയത് പറഞ്ഞതാ. എൻ്റെ പേരും അഡ്രസ്സും മൊത്തം ഇതിലുണ്ട്. എൻ്റെ അച്ഛനെ ഇയാൾ അറിയായിരിക്കും എന്നും പറഞ്ഞ് അവളൊരു ഫയൽ അവൻ്റെ കൈ കൊടുത്ത് മുറി വിട്ടിറങ്ങി. അത് കണ്ടതും അവൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. കട്ട് 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 കട്ട്. കഥയുടെ ഇടയിൽ കയറി കട്ട് പറഞ്ഞ സാക്ഷിയുടെ മുഖത്തേക്ക് അഗ്നി സംശയത്തോടെ നോക്കി. എന്താ? ഇത്രയും കേട്ടപ്പോൾ എനിക്കൊരു സംശയം, ഇയാൾ തന്നെയാണോ അയാളെന്ന്. ആണോ ഡെവിളെ? സാക്ഷി അത് ചോദിച്ചുകൊണ്ട് പുരികം പൊക്കി. ഹേയ്, അത് ഞാനൊന്നുമല്ല. ഒരു പേരിൽ എന്തിരിക്കുന്നു. താനല്ലേ പറഞ്ഞത് എനിക്ക് തന്നോട് പ്രേമാണെന്നും അതെൻ്റെ കണ്ണിലൂടെ മനസ്സിലാവുന്നുണ്ടെന്നും. അവനാണ് ഞാനെങ്കിൽ ഒന്ന് കെട്ടിയ അവന് തന്നോട് പ്രേമം തോന്നാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ എന്നോട് പ്രേമമാണെന്ന് സമ്മതിച്ചൂലേ? ഒന്നുകിൽ അവൾ തന്നെ തേച്ച് കാണും, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. ഞാൻ ആദ്യം പറഞ്ഞത് ആവാനാണ് സാധ്യത കൂടുതൽ. തൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവൾ ഇട്ടിട്ട് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ കഥ കേട്ടെടുത്തോളം എനിക്ക് തോന്നിയതേ രണ്ടുപേർക്കും പരസ്പരം പ്രണയമൊന്നും തോന്നിയിട്ടില്ല. ഇതുവരെ ആയിട്ടും ഇരുവർക്കിടയിൽ ഒരു ലവ് ട്രാക്ക് വന്നിട്ടില്ല. ഭാവിയിൽ വന്നുകൂടായെന്നില്ലല്ലോ, അഗ്നി പറഞ്ഞു. അതില്ല, എന്നാലും താനിങ്ങനെ തോക്കി കയറി വെടിവെക്കല്ലടോ. ഞാൻ ബാക്കി കൂടി പറയട്ടെ. അതിനു മുൻപേ താനൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു അവൻ വണ്ടി നിർത്തി അവൻ്റെ സീറ്റ് ബെൽറ്റ് ഊരി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നീങ്ങി. എന്തുവാ? അവൻ്റെ പ്രവർത്തികളുടെ സാക്ഷി ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ കുറച്ചുകൂടി നീങ്ങി വന്നതും അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിഞ്ഞു. സാക്ഷിയുടെ നെഞ്ച് എന്തിനെന്നറിയാതെ പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. അവൻ തന്നെ ചുംബിക്കാൻ വരുന്നതാണെന്ന് കരുതിയ സാക്ഷി അറിയാതെ കണ്ണുകൾ അടച്ചുപോയിരുന്നു. അവളുടെ ഭാഗത്ത് നിന്ന് സീറ്റ് ബെൽറ്റ് ക്ലിപ്പ് എടുത്ത് അമർത്തിയപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാവുന്നത്. പക്ഷെ അവൾ കണ്ണു തുറന്നില്ല. അവളുടെ ഇരു കണ്ണിലേക്കും അവൻ ചെറുതായി ഊതിയതും അവൾ കണ്ണു തുറന്നു ചമ്മിയ മുഖത്തോടെ അവനെ നോക്കി. മന്ത്രിപുത്രിക്ക് സീറ്റ് ബെൽറ്റ് ബാധകമല്ല എന്നുണ്ടോ? ഞാൻ കുറേ നേരമായി തന്നെ ശ്രദ്ധിക്കുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നും പറഞ്ഞ് അവളുടെ അരികിൽ നിന്ന് അകന്നു മാറാനൊരുങ്ങവേ അവൾ അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു അവനോട് അടുപ്പിച്ചു. അന്നേരം ഇരുവരുടെയും വിശ്വാസങ്ങൾ തമ്മിൽ കലർന്നു. മിഴികൾ തമ്മിൽ കൊരുത്തു. അത് ഡെവിളല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? എന്താ? ആ ഹീറോ ഡെവിളല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടേന്ന്? എന്തിനാ? വെറുതെ. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ മൂക്കിലൂടെ വിരലോടിച്ചു. ചുണ്ടിന് മുകളിലായി പതിയെ ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു. നല്ല അസൂയുണ്ടല്ലേ? എനിക്കോ? എന്തിന്? എന്തിനോ എന്നും പറഞ്ഞ് അവളിൽ നിന്നും അകന്നു മാറി അവൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. അതൊക്കെ പോട്ടെ, അവളുടെ റിയൽ നെയിം എന്തായിരുന്നു? അത് ഹീറോയോട് മാത്രം പറഞ്ഞാൽ മതിയോ? ഞാനും കൂടി അറിയണ്ടേ? പറ. അതെങ്ങനെ ഞാനറിയും? അത് അവർ തമ്മിൽ നടന്ന സംഭാഷണമല്ലേ? അതെങ്ങനെ ശരിയാവും? സാക്ഷി ചുണ്ടു കോട്ടിക്കൊണ്ട് അഗ്നിയെ നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അതേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. അഗ്നി കഥ തുടരുകയാണ്. പിറ്റേന്ന് രാവിലെ അഗ്നിക്ക് മുന്നിൽ കുളിച്ച് ഫ്രഷായി അവൻ്റെ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് കോഫിയുമായി മുറിയിലേക്ക് ചെന്നതാണ് അവൻ. ഗുഡ് മോർണിംഗ് കെട്ടിയോൻ. കുളിച്ച് ഫ്രഷായി കണ്ണാടിക്ക് മുന്നിൽ നിന്നും തല ചെയ്യുന്ന അഗ്നിക്ക് നേരെ കോഫി നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളെ മൊത്തത്തിലൊന്ന് നോക്കി കോഫിയും വാങ്ങിക്കൊണ്ട് ചോദിച്ചു. എന്താ ഉദ്ദേശം? എൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടിട്ടുണ്ട്, അത് ഉണങ്ങി കഴിയുന്നതുവരെ ഞാനിതിടും. അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോയി കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം. തൽക്കാലം ഇത്രയേ ഉള്ളൂ, വേറെ ഒരു ഉദ്ദേശവുമില്ല. അതല്ല, എന്നെ കൊലക്ക് കൊടുക്കാനാണോ തൻ്റെ ഉദ്ദേശമെന്നാണ് ചോദിച്ചത്. പിന്നെ തൻ്റെ അച്ഛൻ ഇതറിഞ്ഞാൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇത് എൻ്റെ അച്ഛനെന്നല്ല, ആരും അറിയാൻ പോണില്ല. ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടി പേയിങ് ഗസ്റ്റായി താമസിക്കുന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരാനൊന്നും പോണില്ല. പിന്നെ താമസിക്കാൻ ഇത്രയും നല്ലൊരിടം വേറെ എവിടെ കിട്ടും? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുത്തൻ്റെ താലി കഴുത്തി വീണ ആ താലിയോട് ചെറിയ രീതിയിലെങ്കിലും നീതി പുലർത്തണം. താലി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പലതിൽ നിന്നുള്ള ഒരു സേഫ്റ്റിയാണ്. ലൈഫ് ലോങ് ഈ സേഫ്റ്റി വേണമെന്ന് എനിക്ക് തോന്നിയാൽ പഠനം കഴിഞ്ഞ് അച്ഛനോട് പറയും എനിക്ക് ഇയാളെ മതിയാണ്. എൻ്റെ ആഗ്രഹത്തിന് അച്ഛൻ എതിരൊന്നും പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ എതിര് പറഞ്ഞാൽ എനിക്കുണ്ട് വാശി. പറയാൻ എന്തെളുപ്പം, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. താൻ ആദ്യം അതൊന്ന് മനസ്സിലാക്കി.
ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നില്ല. ഓഹോ, അപ്പോൾ ഇയാൾ എന്നെ തേക്കാനുള്ള പ്ലാനിലാണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇതൊക്കെ തന്നെയാണ് സ്ഥിരം തേപ്പുകാരുടെ ഒരു ധ്വനി. എന്നെ തേച്ചാൽ ഞാൻ നേരെ മൂപ്പൻ്റെ അടുത്ത് പോയി പരാതി ബോധിപ്പിക്കും. അവിടെ സത്യം ചെയ്തത് ഓർമ്മയുണ്ടല്ലോ ഏട്ടാ അഗ്നി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പോവുകയാണ്. എനിക്ക് ഇന്നെന്തായാലും ജോലിക്ക് പോയേ പറ്റൂ. ഇറങ്ങുവാണെന്നും പറഞ്ഞു കോഫി കുടിച്ച കപ്പ് അവളുടെ കൈ കൊടുത്തു. കോഫി കൊള്ളാവോ? പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ഇത്രയും വൃത്തികെട്ട കോഫി ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ചിട്ടില്ല. പിന്നെ അവളോട് കൂടുതലൊന്നും സംസാരിക്കാതെ അവൻ പുറത്തിറങ്ങി. അവൻ പോയതിന് പിന്നാലെ അവൾ ബാൽക്കണിയിൽ ചെന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഇന്നലെ കണ്ട കൂട്ടുകാരനെയും ബുള്ളറ്റിൻ്റെ പിറകെ കയറ്റി അവൻ അവിടുന്ന് പോകുന്നത് കണ്ടു. ട്രാൻസ്ഫർ ആണല്ലേ? തൻ്റെ അച്ഛൻ്റെ PA വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ അലമ്പുണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതാണല്ലേ? പ്രിൻസിപ്പൽ കണ്ണട മുഖത്ത് നിന്ന് എടുത്തു മാറ്റി അവൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണമെന്ന് വെച്ച് അലമ്പുണ്ടാക്കിയതല്ല സാറേ, അവനത് ഇരുന്ന് വാങ്ങിയതാ. മതി മതി. അല്ല, ഫസ്റ്റ് ഡേ ആയിട്ട് എന്താ ഇത്രയും ലേറ്റ്? അത് പിന്നെ സാർ, എനിക്കിവിടെ തീരും പരിചയമില്ല. ചോദിച്ചു വന്നപ്പോൾ 12 മണിയായിപ്പോയി. ഇപ്പോൾ ക്ലാസ്സിലേക്ക് ചെല്ല്, അവിടെ ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ടാവും. ഈ ലെറ്റർ കാണിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൾക്ക് നേരെ ഒരു കവർ നീട്ടി. താങ്ക് യു സാർ എന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരാണ് പ്രിൻസി പിറകിൽ നിന്ന് വിളിക്കുന്നത്. കുട്ടി ഒന്ന് നിൽക്കൂ, അച്ഛൻ്റെ പവർ വെച്ച് ഇവിടെ അലമ്പുണ്ടാക്കുക എന്ന് കരുതണ്ട. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, കേട്ടല്ലോ? കേട്ടു സാർ എന്നാൽ ഞാൻ അങ്ങോട്ട് എന്നും പറഞ്ഞു അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇടനാഴിയിലൂടെ നടന്നു. അവിടെ കണ്ട ഒരു കുട്ടിയോട് ഫസ്റ്റ് ഇയർ BBA ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞ വഴിയിലൂടെ ചെന്ന് ഒരു ക്ലാസ്സിന് മുന്നിൽ വന്നു നിന്നതും ലാസ്റ്റ് ബെഞ്ചിനടുത്തു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാറിനെ അവൾ കണ്ടു. അയാൾ ലാസ്റ്റ് ബെഞ്ചിലെ ബോയിനോട് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. മേ ഐ കം ഇൻ സർ? അവൾ അനുവാദം ചോദിച്ചതും അയാൾ മുഖം തിരിച്ചു. ആളെ കണ്ടതും അവൾ കിള്ളിപ്പോയി നിൽക്കുവാണ്. അയാളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. പക്ഷെ ഉള്ളിലെ ഞെട്ടിൽ പുറത്ത് കാട്ടാതെ അയാൾ ചോദിച്ചു, എന്ത് വേണം? ആരാ, എന്ത് വേണം? പിന്നീട് ഡോറിനരികിൽ വന്നുകൊണ്ടായിരുന്നു അവനത് ചോദിച്ചത്. മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട ഞെട്ടിലായിരുന്നു അവൾ. അവൻ്റെ ചോദ്യം കേട്ടതും അവൾ കയ്യിലുള്ള ലെറ്റർ അവന് നേരെ നീട്ടി. അത് വായിച്ചു എന്ന് അമർത്തി മൂളിക്കൊണ്ട് ചോദിച്ചു, എന്താ ഇത്രയും ലേറ്റായത്? അത് കേട്ടതും അവൾക്ക് ചെറിയ പരിഭവം തോന്നി. ഞാൻ എന്താ വൈകിയെന്ന് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ? രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നത് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞതന്നെ ഞാനും കൂടെ വന്നേനല്ലോ. അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൾക്ക് പറഞ്ഞതും മറുപടിയായി അവൾക്ക് കിട്ടിയത് തുറച്ചു നോട്ടമാണ്. അത് പിന്നെ സാർ, എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് വൈകിയതാ. ഇത്തവണ അവൾ എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ഒന്നമർത്തി മൊഴി അവൾക്ക് അകത്ത് കയറാനുള്ള അനുമതി കൊടുത്തു. അവളുടെ ക്ലാസ് മൊത്തം ഒന്ന് നോക്കി. എല്ലാ ബെഞ്ചിലും 5 പേരുണ്ട്. ബാക്ക് ബെഞ്ചിൽ 3 പേര് ഇരിക്കുന്നത് കണ്ടതും അവിടേക്ക് പോകാനായി ഒരുങ്ങി അവളെ പിന്നിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ മുന്നിൽ വന്ന് നിന്നു. പേരും സ്ഥലവും കോളേജ് മാറാനുള്ള കാരണവും പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ അന്യഗ്രഹ ജീവിയെ പോലെ നോക്കി. സാർ, ഞാൻ നിൽക്കണോ പോണോ? നേരത്തെ നിന്ന പയ്യൻ അതേപോലെ നിൽക്കുവാണ്. മുന്നിൽ നിന്നുമാണ് ആ ചോദ്യം ഉയർന്നത്. അവിടെ ഇരിക്കണോ? നാളെ വരുമ്പോൾ 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാൽ മതി എന്നും അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ താങ്ക് യു സാർ എന്നും പറഞ്ഞ് അവിടെ ഇരുന്നു. അവൾ ലാസ്റ്റ് ബെഞ്ചിൽ ഏറ്റവും അറ്റത്ത് പോയിരുന്നു. തൊട്ടടുത്തിരിക്കുന്ന പെണ്ണ് അവളെ നോക്കി വെളുക്കനെ ചിരിച്ചതും അവളും തിരിച്ചു ചിരിച്ചു അഗ്നിയെ നോക്കി. ആൾ ഏറെ പിടിച്ച് ക്ലാസ് എടുക്കുവാണ്. അറഞ്ചം പൊറഞ്ചം ഇംഗ്ലീഷ് വാരി വിതറുകയാണ്. ബോർഡിൽ എഴുതി വെച്ചത് കണ്ടപ്പോഴാണ് അവൾക്ക് സബ്ജക്റ്റ് ഇംഗ്ലീഷാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഭാഗ്യം, അടുത്ത വർഷം സഹിക്കണ്ടല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞു. ശേഷം ക്ലാസ് മുഴുവൻ കണ്ണോടിച്ചു. പിടക്കോഴികൾ ഭൂരിഭാഗവും താടിക്ക് കൈയും കൊടുത്ത് അയാളിൽ നിന്ന് കണ്ണെടുക്കാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു. അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി. ആൾക്ക് ഫാൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണെന്ന്, പ്രത്യേകിച്ച് ലേഡീസ് ഫാൻസ്. ഇവളുമാർ ഇതെന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ വായി നോക്കുന്നത് എന്ന് മനസ്സിൽ കരുതി അവളും അയാളെ ശ്രദ്ധ കൊടുത്തു. ആ നിമിഷം അയാളും അവളെ ഒന്ന് നോക്കിപ്പോയി. ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ ഉടക്കി. ആളുടെ മുഖത്ത് അതിൻ്റെ പതർച്ച കണ്ടതും അവൾക്ക് ചിരി വന്നു. എൻ്റെ ഒരു നോട്ടം പോലും താങ്ങാൻ പറ്റുന്നില്ല മനുഷ്യ, കൊള്ളാലോ ഇത്. അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി ക്ലാസ് തുടർന്നു. എന്നൊരു ശബ്ദം കേട്ടിട്ടാണ് അവൾ തലചരിച്ച് നോക്കുന്നത്. വിളിച്ചത് അവളുടെ തൊട്ടരികലായി ബോയ്സിൻ്റെ സൈഡിലെ നേരത്തെ ഇമ്പോസ്റ്റിംഗ് കിട്ടിയ പയ്യനാണെന്ന് മനസ്സിലായതും അവൾ എന്താണെന്ന് ചോദിച്ചു. ഹായ്, അവൻ കൈപൊക്കി കാണിച്ചു. ഹായ്, അവൾ തിരിച്ചൊരു ഹായ് കൊടുത്തു. ഞാൻ അമൽ. അവളൊന്ന് മൂളി. തലയടിച്ച് പൊട്ടിച്ചവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ബോധം വന്നോ? അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾക്ക് അന്നേരം ചിരിയാണ് വന്നത്. വന്നു, ഇപ്പോൾ ആൾ ഓക്കെയാണ്, അവൾ പതുക്കെ പറഞ്ഞു. തലചരിച്ച് ഒരുത്തനോട് സംസാരിക്കുന്ന അവൾക്ക് നേരെ അഗ്നി ചോക്കെടുത്ത് എറിഞ്ഞു. അവളുടെ കവളിലേക്ക് ചോക്ക് ചെന്ന് പതിച്ചതും അവൾക്ക് ശരിക്കും വേദനിച്ചു. അവിടം തടവിക്കൊണ്ട് അവനെ ദഹിപ്പിച്ചു നോക്കി. നിങ്ങൾ വീട്ടിൽ വരുമല്ലോ, കാണിച്ചു തരാം എന്നും മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി പല്ലിറമി. സ്റ്റാൻഡപ്പ്. തന്നോട് തന്നെയാണോ എന്ന് പറഞ്ഞതെന്നറിയാതെ അവൾ എഴുന്നേൽക്കണോ വേണ്ടയോ എന്ന പോലെ ഇരുന്നു.
തനിക്കെന്താ ചെവി കേട്ടൂടെ? താൻ തന്നെ. അത് കേട്ടതും അവൾ എഴുന്നേറ്റ് നിന്നു. എന്തായിരുന്നു അവിടെ? അപ്പോഴാണ് അമൽ പ്ലീസ് പറയല്ലേ എന്ന പോലെ അവളെ നോക്കി ആക്ഷൻ കാണിക്കുന്നത്. അവൾ പറഞ്ഞു, ഒന്നുമില്ല സർ, ഞാൻ വെറുതെ. അതെ, താൻ നേരത്തെ പഠിച്ച അവിടെ വലിയ സ്റ്റാറൊക്കെ ആയിരിക്കാം, പക്ഷേ അത്ര സ്മാർട്ട്നെസ് ഒന്നും ഇവിടെ നടക്കില്ല, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ. മര്യാദക്കാണെങ്കിൽ ഇവിടെ ഇരിക്കാം, ഇല്ലെങ്കിൽ പുറത്ത് പോവാം. വന്ന് കയറിയില്ല അതിനു മുൻപ് ഓരോന്ന് തുടങ്ങിക്കോളും, ശല്യം എന്നും പറഞ്ഞ് അവൻ ക്ലാസ് അവസാനിപ്പിച്ചു. ദേഷ്യത്തോടെ പോയതും അമൽ അവളെ നോക്കി പല്ലളിച്ച് കാണിച്ചു. സോറി ബഡ്ഡി, ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു പോയതാ, അല്ലെങ്കിൽ അങ്ങേരൊരു കടുവയാ, അസൽ കലിപ്പൻ. അങ്ങേരെയൊക്കെ വീട്ടുകാരെ എങ്ങനെ സഹിക്കുന്നുവോ? അങ്ങേരെ കെട്ടുന്ന പെണ്ണിൻ്റെയൊക്കെ ഒരു വിധിയേ. അത് കേട്ടതും അവൾക്ക് ചിരി വന്നുപോയി. ഓഹോ, അപ്പോൾ ഷാറുഖ് ഖാൻ ഇവിടെ റോക്കി ബായ് ആണല്ലേ, അവൾ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അമലും ശ്രീയും അവളുടെ അരികിൽ ഇരിക്കുന്ന കാവ്യയും തമ്മിൽ കൂട്ടായി. എന്നെ നിങ്ങൾ ശ്രീ എന്ന് വിളിച്ചാൽ മതി, എന്നെ ഇഷ്ടമുള്ളവർ അങ്ങനെയാ വിളിക്കുക. അവൾ പറഞ്ഞത് കേട്ടതും അവർ ഓക്കെ പറഞ്ഞു. എടി കാവ്യേ, നിനക്ക് ഞാനൊരു മുട്ട പഫ്സും സോഡാ ലൈമും ഓഫർ ചെയ്യുക. നാളെ വരുമ്പോൾ എൻ്റെ ഇമ്പോസിഷൻ എഴുതി വരണം കേട്ടോ. പിന്നെ നോക്കിയിരുന്നു, ഇപ്പം എഴുതും. എടാ, കഴിഞ്ഞ ആഴ്ച എഴുതിയതിൻ്റെ ഒരു പ്ലേറ്റ് പഴം പോലും പെൻഡിങ്ങിൽ കിടക്കുവാണ്, അത് ആദ്യം വാങ്ങിക്കാം, എന്നിട്ട് തീരുമാനിക്കാം എഴുതണോ വേണ്ടിയോ എന്ന്. കാവ്യ അവനെ നോക്കി മുഖം കൂട്ടി. അമൽ പഫ്സും സോഡാ ലൈമും ശ്രീക്ക് ഓഫർ ചെയ്തുകൊണ്ട് ചോദിച്ചു, നീ എഴുതുന്നോന്ന്? ഒരിടാ, മിക്കവാറും നാളെ മുതൽ തൻ്റെ കൂടെ ഇമ്പോസിഷൻ എഴുതാൻ ഞാനും കാണും. അയാളും ഞാനും തമ്മിൽ ഒത്തുപോകുമെന്ന് തോന്നില്ല, ജാടത്തെണ്ടി. അത് കലക്കിയാതെന്ന് പറഞ്ഞ് അമൽ അവൾക്ക് ഒരു ഹൈഫൈ കൊടുത്തു. ജാടത്തെണ്ടി, നീ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. ഈ കോളേജിലെ പെൺപിള്ളേരുടെ കണ്ണിലുണിയാണ് ആ പോയത്. ക്രഷ്. പേര് അഗ്നിദേവ്, ഗസ്റ്റ് ലെക്ചർ. ജോയിൻ ചെയ്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. PG ചെയ്തത് ഇവിടെയാണ്, MA ഇംഗ്ലീഷ്. ശേഷം ആളൊരു വർഷം എന്ത് ചെയ്തു എന്നറിയില്ല. പിന്നെ അതേ ഈ വർഷം ഇവിടെ തന്നെ ഗസ്റ്റ് ലെക്ചറായി വന്നു. 2 ദിവസത്തെ ലീവിന് വീട്ടിൽ പോയി, ഇന്ന് വീണ്ടും വന്നു. ഇതിൻ്റെ കൂടെ ആൾ UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിൻ്റെ കോച്ചിങ് ക്ലാസ്സിന് വൈകുന്നേരം പോകും. ആളുടെ എയിം IPS ഓഫീസർ ആവുക എന്നതാണ്. തൽക്കാലത്തേക്ക് ഒരു ജോലി, അതാണിത്. ശ്വാസം വിടാതെ കാവ്യ അഗ്നിയെക്കുറിച്ച് പറയുന്നത് കേട്ടത് ശ്രീ വായും പൊളിച്ച് നിന്നുപോയി. ഫുൾ ഡീറ്റെയിൽസ് അറിയാലോ, നിനക്കും പുള്ളിയോട് ക്രഷാ? ശ്രീ ഉള്ളിലെ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ക്രഷല്ല, എന്നാൽ അസൽ പ്രേമം. ഇത്തവണ മറുപടി പറഞ്ഞത് അമലാണ്. അത് കേട്ടതും ശ്രീക്ക് ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞു നൊമ്പരം. പക്ഷെ നമ്മുടെ കടുവയുടെ അല്ല കേട്ടോ, ഇയാളുടെ ആത്മാർത്ഥ കൂട്ടുകാരനോട്. അജിത് സർ ഗസ്റ്റ് ലെക്ചർ തന്നെയാ, പക്ഷെ നമുക്ക് പഠിപ്പിക്കാനില്ല. പ്രേമമെന്ന് വെച്ചാലേ അസ്ഥിക്ക് പിടിച്ചിരിക്കുക ഇവക്ക്. അത് കേട്ടതും ശ്രീക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഈ അജിത് സാറും അഗ്നി സാറും ഇവിടെ ഒരുമിച്ച് പഠിച്ചതാ, ഒരുമിച്ച് തന്നെയാണ് താമസവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 പേരും IPS ഓഫീസർ ആവാനുള്ള തത്രപ്പാടില്ല. ഇവളുടെ പ്രേമം പോണിയാൻ വേണ്ടി അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് ആണ്. എന്നിട്ട് പുള്ളിയോട് ഉള്ളിലെ പ്രേമം തുറന്നു പറഞ്ഞു. ശ്രീ ചോദിച്ചു. ഇവിടെ നിന്ന് അങ്ങേരുടെ തലവട്ടം കണ്ട ഇവളുടെ മുട്ട് വിറക്കും, പിന്നെയാണ് തുറന്നു പറയുന്നത്. ഇവളിങ്ങനെ അങ്ങേരെ വായു നോക്കി വെള്ളിറക്കി നിൽക്കുകയുള്ളൂ. കാവ്യ അമൽ കളിയാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിന്റെ പ്രണയം പോവണിയാൽ നിന്നെ ഞാൻ സഹായിക്കാം, പോരെ? ശ്രീ കാവ്യയെ നോക്കി പറഞ്ഞതും കാവ്യയുടെ മുഖം വിടർന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായ സ്ഥിതിക്ക് നമുക്ക് ക്യാൻറ്റീനിൽ ചെന്ന് ബിരിയാണി അടിച്ചിട്ട് വന്നാലോ? ഫുൾ ചിലവ് എൻ്റെ വക എന്നും പറഞ്ഞ് ശ്രീ അവരുടെ കൂടെ ക്യാൻറ്റീനിലേക്ക് ചെന്നു. അപ്പോഴാണ് ഒരു ടേബിളിന് ഇരുവശത്തുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അഗ്നിയെയും അജിത്തിനെയും മൂവരും കാണുന്നത്. മനഃപൂർവ്വം ശ്രീ അവരുടെ ടേബിളിന് തൊട്ടരികെ ചെന്ന് ഇരുന്നപ്പോഴാണ് അഗ്നി അജിത്തും അവളെ കാണുന്നത്. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും ഒക്കെ ഓർഡർ ചെയ്യുന്ന അവളെ കണ്ടതും അജിത്ത് അഗ്നിയൊന്ന് നോക്കി. എടാ, ഇത് നിന്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഇതേസമയം ശ്രീ അവനെ പുച്ഛിച്ച് തള്ളി കാവ്യയോടും അമലിനോടും കത്തിയടിക്കുവാണ്. കാവ്യ ആണെങ്കിൽ ഇടം കണ്ടിട്ട് അജിത് സാറിനെ വായ നോക്കുന്നുണ്ട്. അജിത്ത് പറഞ്ഞത് കേട്ടതും അഗ്നി പെട്ടെന്ന് എഴുന്നേറ്റ് വെയിറ്ററുടെ അരികിൽ ചെന്ന് ഒരു പേപ്പറിൽ എന്തോന്ന് എഴുതി ശ്രീയുടെ കൈ കൊടുക്കാൻ ഏൽപ്പിച്ചു തിരികെ അവൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. വെയിറ്റർ ആ പേപ്പർ ശ്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചതും ഒന്നും മനസ്സിലാവാതെ അവൾ അത് തുറന്നു നോക്കി. ശ്രീ, എന്തായത്? കുറച്ച് ദിവസം നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? കാലിൽ കടിച്ചത് പാമ്പാണ്, അല്ലാതെ പഴുതാരല്ല. ഇവിടെ നല്ല അസൽ കഞ്ഞി കിട്ടും, അവർ വേണമെങ്കിൽ ബിരിയാണി കഴിച്ചോട്ടെ. അത് വായിച്ചതും അവൾ അവനെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി. ഹൃദയത്തിനുള്ളിൽ ഒരു കുളിർമഴ പെയ്തതുപോലെ ഒന്ന് തോന്നി. എന്നാലും നേരത്തെ മുഖത്തേക്ക് ചോക്കേറിഞ്ഞ ഒരു ദേഷ്യം ഇപ്പോഴും അവളിലുണ്ടായിരുന്നു. അതിന് വീട്ടിൽ ചെന്നിട്ട് തിരിച്ച് മറുപടി കൊടുക്കാം എന്നും കരുതി അവർക്ക് ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്ത് അവൾ കഞ്ഞിയും കുടിച്ച് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. വൈകുന്നേരം കോളേജ് വിട്ടിട്ടും തന്നെ ശ്രദ്ധിക്കാതെ ധൃതിയിൽ അജിത്തിൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോയ അഗ്നിയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. കൂടെ വരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാ പോവുക എന്ന് പോലും അന്വേഷിക്കാതെ ഏത് നേരവും ഏറെ പിടിച്ച് നടക്കാൻ ഇയാൾ ആരാ? അവനെ പുച്ഛിച്ച് തള്ളി അമലിൻ്റെ കൂടെ ബൈക്ക് കയറി അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് വിട്ടു.